Good morning, ladies and gentlemen. ഞാൻ അങ്ങനെ നാട്ടിൽ പോവുകയാണ്. യെസ്, ഐ ആം ഗോയിങ് ഹോം ഫോർ 10 days. അതേ, സിസ്റ്റർ ഒക്കെ വന്നിട്ടുണ്ട്, സിസ്റ്റർ പിള്ളേർ ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഒരു 10 days ഐ വിൽ ബി ഇൻ ദ നാട്. അപ്പോൾ നമ്മൾ പെട്ടിയിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഈ പെട്ടി തുറക്കുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ഒരു പ്രവാസിയുടെ പെട്ടി തുറക്കുന്നതിന്റെ വിശേഷങ്ങൾ എന്താണ് നമുക്ക് കാണാം വീട്ടിൽ ചെന്നിട്ട്. കേട്ടാ, ഇപ്പോഴല്ല, എന്തായാലും നല്ല വെയിറ്റ് ഉണ്ട്. അമ്മീ, അവിടെ ചെല്ലുമ്പോൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരൂ. അപ്പൊ എന്തിനാണെങ്കിലും ഞാൻ പോയിട്ട് ഓക്കെ. ഹായ് ഗൈസ്, അങ്ങനെ നാട്ടിലെത്തിയിരിക്കുകയാണ്. എൻ്റെ എൻ്റെ പെങ്ങളെ 2 മങ്കികൾ, സനി മങ്കി, ഗെയിമിങ്ങിൽ മാത്രം വാ തുറക്കുന്ന CMF ഗെയിമിംഗ്. നമ്മളെല്ലാരും വന്നിരിക്കുന്നു. ഇനി പെട്ടി തുറക്കൽ ചടങ്ങാണ്. വീട്ടിൽ പോയിട്ട് തലേ കാണണം. അപ്പൊ അങ്ങനെയൊക്കെ ബൈ. വേടോ ഇവിടെ മൊട്ടത്തലയ ഗൈസ്. എൻ്റെ കൂട്ടുകാരനുള്ള കള്ളാണ് ഇരിക്കുന്നത്. അതിൻ്റെ അകത്തിരിക്കുന്ന സാധനം കള്ള് കാണിക്കാം. അവിടെ എന്തായാലും കുറച്ച് കാണിച്ചു തരാൻ. ഇതെല്ലാതാണ് കേട്ടാ കള്ള്. പിന്നെ നമ്മൾ ആ ദുബായ് പെട്ടി ഇതായിരിക്കുന്നു. ഇത് നമ്മളൊന്ന് തുറക്കുന്നു, ആൾക്കാർക്ക് സാധനം കാണിക്കുന്നു. ഇതൊക്കെ ആരുണ്ട് ഇവിടെ വെച്ചത്? മൈ ബേബേ, ഐ ലവ് യു, ഐ മിസ്ഡ് യു. ഇത് വർക്ക് ചെയ്യുന്നുണ്ടാ? മറ്റേ റാമിന് എന്തോ പറ്റിയെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ പുതിയ റാമാണ് ഇതിന്റെ അകത്ത് വെച്ചേക്കുന്നത് ഗൈസ്. പെട്ടി തുറക്കട്ടാ. എന്തൊരു ശുഷ്കാന്തി. അയ്യോ, എവിടെ സനിമാമൈ? നമ്മൾ ദുബായ് പെട്ടി തുറക്കാൻ പോകുന്നു ഗൈസ്. അമ്മേ, അങ്ങനെ പെട്ടി പതുക്കെ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എനിക്ക് 2 വാക്ക് ഇതിനെപ്പറ്റി പറയാനുണ്ട്. ഇത് ദുബായിലൊരു ഭയങ്കര മറ്റേ കട്ട വൈറലായ മുട്ടായിയാണ്. എനിക്ക് ഈ മുട്ടായി പറ്റി 2-3 കംപ്ലൈൻറ്റ്. ഒന്ന്, 3 ദിവസത്തെ വാലിഡിറ്റിയെ മുട്ടായിക്കുള്ളൂ. പിന്നെ ഡെലിവറോ എന്ന് പറഞ്ഞാൽ ഒരു ആപ്പ് വഴിയേ ഈ സാധനം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത് 2 മണിക്കേ തുറക്കുള്ളൂ. ഇത്രയും ഡിമാൻഡാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കൊണ അടിക്കണമെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തിനാണെങ്കിലും ഇവർ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന മുട്ടായിയാണ് ഗൈസ്. ഇപ്പൊ തന്നെ തിന്ന് തീർക്കോടെ അത്. ദ മദർ ഓഫ് മൈ മദർ. പിന്നെ ദ നൂഡിൽസ്. ഒരു ദുബായ്ക്കാരൻ്റെ പെട്ടിയിലുള്ളത് കാര്യങ്ങളാണ് ഗൈസ്. നൂഡിൽസുകൾ. നിന്റെ നൂഡിൽസ് അടേ. ഓ, ഇത് ഇവള് പറഞ്ഞ് വരുത്തിച്ചാണ് കേട്ടോ. അവിടെ കത്തറി ഇല്ലാന്ന്. പിന്നെ ഇത് ഉമ്മാക്കുള്ള വാച്ച്. ഇത് ഉമ്മാരെ തേയില. നാല് ചോദിക്കണം. റെഡ് ലേബൽ തേയില ദുബായിൽ നിന്ന് ഇവിടെ വരുത്തിക്കണം. 4 ചോദിക്കാണ്. തേയില മാത്രമല്ല, താണ്ട ഈ സാധനത്തില് മല്ലിപ്പൊടിയല്ല. ഓ, മല്ലിപ്പൊടിയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പോയിട്ട് കരഞ്ഞേനെ. ഇത് ഉമ്മാക്കുള്ള ബൗണ്ടി. ഇത് ഉമ്മാക്കുള്ള ഏലക്ക. M&M's പിള്ളേർക്ക് 3 തൊപ്പി, 3 തൊപ്പീസ്. കേസ് മറ്റൊരു കേസ്. ഇത് നിങ്ങളുടെ ടീഷർട്ട്. തിരിഞ്ഞിരിക്കാതെ ഇങ്ങോട്ട് കാണിയടാ. ഈശോടാ, നൈസ്. ഇഷ്ടപ്പെട്ടാ? ഇതാണ് ഞാൻ പറഞ്ഞ സനി, സോനുവിന് കൊടുക്കാന്ന് പറഞ്ഞ സാധനം. നാട്ടിൽ നിന്ന് ദുബായിൽ നിന്ന് ചീസ് കൊണ്ടുവരണം ആലോചിക്കണം. ഇത് ഡേറ്റ്സ്, ഓൾ ഡേറ്റ്സ്. അടുത്ത ഡേറ്റ്സ് മുട്ടായികൾ. മുട്ടായി നമ്പർ 1, മുട്ടായി നമ്പർ 2, മുട്ടായി നമ്പർ 3, മുട്ടായി നമ്പർ 4, മുട്ടായി നമ്പർ 5. ഇത് സനിക്കുള്ള ഹെഡ്സെറ്റ് ഹൈപ്പർ എക്സ് ക്ലൗഡ് 3. ഇത് സനിക്കുള്ള ഷൂസ്. ഇത് ബെനിക്കുള്ള പെർഫ്യൂം. ഇത് തളക്കുള്ള പെർഫ്യൂം, തളക്കുള്ള ലിപ്സ്റ്റിക്. ഇത് ബെനിക്കുള്ള ഗിഫ്റ്റ്. അത് തുറന്നേ. മറ്റേ സാധനം മൈക്ക്. ഇത് ഉമ്മാരോ ഗാഗ്. ചാൾസ് ആൻഡ് കീറ്റ്സ്. സനീര പെർഫ്യൂം. ഇത് സനീര മറ്റേ മൾട്ടി പിന്ന്. ചാൾസ് ആൻഡ് കീത്ത്, DNG, പുജിറി, ചോക്ലേറ്റ്സ്. ഇതൊക്കെയാണ് സരാസറി ഒരു ദുബായ്ക്കാരന്റെ പെട്ടിയിലുള്ള സാധനങ്ങൾ ഗൈസ്. ശരാശരിയല്ല, എന്റെ പെട്ടിയിലുള്ള. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ കാര്യങ്ങളൊക്കെ സെറ്റായി. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യം. അപ്പത്തിന്റെ കളി. ഹലോ, അങ്ങനെ നമ്മൾ ബി ട്രേഡേഴ്സിൽ വന്നിരിക്കുകയാണ്. കണ്ടില്ല, പുതിയൊരു ലെൻസ് എടുക്കാം. സത്യം പറഞ്ഞാൽ എൻ്റെ 20mm എനിക്ക് ഭയങ്കര അൾട്രാ വൈഡായിട്ട് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് അതൊന്ന് മാറ്റിയിട്ട് ഐ വിൽ ടേക്ക് 24mm f1.4. ഇതിൻ്റെ ആവശ്യമുള്ളൂ എനിക്ക്. വെറുതെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവശ്യമുള്ളൂ. നമുക്ക് കുറച്ച് ആ ഒരു എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയിരിക്കാനേ.
ഇതിൻ്റെ ഒരു ആവശ്യമുള്ള. അപ്പോൾ ഇതെന്തായാലും ഇതെടുക്കാമെന്ന് വിചാരിച്ച് മറ്റേ തട്ടി നമ്മളെ സ്ഥിര സ്ഥലമായ വീട്ടെഡത്തിൽ നിന്നാണ് വന്നെടുത്തത് ഗൈസ്. ആൻഡ് ദിസ് ഇസ് ഡേ 2 ഓഫ് നാട്ടിലെ വിശേഷം. ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഉമ്മാക്ക് ഒരു ഫോൾഡബിൾ ഫോൺ മേടിച്ചു ഗൈസ് ഫ്രം IT-Net പനമ്പള്ളി നഗർ. നമ്മളുടെ ലേറ്റസ്റ്റ് മറ്റേ റൈസർ 50 അൾട്ര അല്ല, റൈസർ 40 അൾട്രയാണ്. എന്നെ കൊണ്ട് ഇത് താങ്ങുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഫോണിനെ തൊലച്ചതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ കുറച്ചൊന്ന് ബഡ്ജറ്റ് പിടിച്ചിട്ടുണ്ട്. എന്തായാലും തുറക്കണേ അടക്കണേ ഫോൺ മാത്രം വേണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതങ്ങ് മേടിച്ച്. ഓ മൈ ഗോഡ്, ഇനി ഇതൊന്നും തൂക്കി പിടിച്ചോണ്ട് നടക. We have sorted that problem. ഗൈസ്, ഒന്ന് മുടി വെട്ടണം, പിന്നെ ചെറുതായിട്ടൊന്ന് കളർ അടിക്കണം. ഇതാണ് ഇന്നത്തെ അജണ്ട. ഇതാണ് എൻ്റെ എല്ലാത്തിനും മുന്നേ ഉള്ള ഭ്രാന്തമായ ലുക്ക്. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കാണാൻ ലുക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ലുക്കിന് ഞാൻ കാണിച്ചു തരാം കേട്ടാ. ദയ്യങ്കണ മനുഷ്യനാണ് കേട്ടാ ഇവിടുത്തെ എൻ്റെ മുടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. യെസ്, ചുരുട്ടുക, കളറടിക്കുക, ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. മോനെ കളർ നല്ല സെറ്റായിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ആണ് പിടിച്ചേക്കണത് ഗൈസ്. ഇതാണ് പുതിയ ഹെയർ സ്റ്റൈൽ. എങ്ങനെയുണ്ട്? എൻ്റെ ദൈവം, എനിക്ക് ഇത്രയും മുടിയുണ്ടോ? ഞാൻ ഇന്നാണ് മനസ്സിലാക്കണത്. ചുരണ്ടിരിക്കണോണ്ട് അറിയില്ല. വാവ്, ഇതാണ് പുതിയ ഹെയർ സ്റ്റൈൽ. നമ്മൾ പിന്നെയും മുടി സ്ട്രൈറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഒരിക്കലും ചെയ്യൂല, വെറുതെ വീഡിയോ എടുത്തേ. നൈസ്. പക്ഷെ ഐ ലൈക്ക് ദ കളർ ബ്രോ. This color will be more beautiful when the colors. സോ ഇപ്പൊ ഇതാണ് പുതിയ കളർ കേട്ടോ. തല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല അടിപൊളി കളറ്. ഇനി മുകേഷ് കളറടിക്കാൻ വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. എന്തിനാണെങ്കിലും മുട്ട ലോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പുതിയ. നമുക്ക് കുളിച്ച് കഴിയുമ്പോൾ എൻ്റെ പഴയ മറ്റേ ചെറുചുള്ളോട്ട് പോകും. ഇത് ഞാൻ വെറുതെ ഒരു വെറൈറ്റിക്ക് പിടിച്ചതാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ആദ്യം എങ്ങനെ നടന്നത് കേട്ടാ. അല്ല 2 ദിവസം, അല്ല 1 ദിവസം, 2 ദിവസം. ടാറ്റ. ഹായ് ഗൈസ്, ഞാനിങ്ങനെ നമ്മൾ ഏതോ ഒരു ഡേ ഓൺ നാട്ടിൽ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വ്ളോഗ്, എനിക്ക് കണ്ടിന്യൂസ് വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ മൂടില്ലാത്തത് കൊണ്ട്. അപ്പോൾ എനിക്കൊരാള് 7 ഫ്രൈഡേയുടെ വാച്ച് ഗിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഞാൻ തന്നെ ഞെട്ടി തെറിച്ച്. ബിക്കോസ് സിസ്റ്റം വിളിച്ചിട്ട് ഒരു വാച്ച് ഇവിടെ റെഡിയാണ്. ഞാൻ പറഞ്ഞു സോറി, നിങ്ങൾക്ക് ആൾ മാറി എന്ന് പറഞ്ഞു. പക്ഷെ ഇല്ല, ഈ വാച്ച് ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ആരയച്ചു തന്നാലും താങ്ക്സ് ഡാ, അല്ലെങ്കിൽ ഡി അല്ല, ഏതോ ഡായാണ്. താങ്ക്സ് ഡാ. എന്തായാലും നമ്മൾ ലുലു മാളിൽ പോണ്. കുറച്ച് ഇതൊക്കെ സീലിയോ ആണ് കേട്ടോ. ഞാൻ ഇടുന്ന മിക്ക ഷർട്ടും സീലിയോ ആണ്, ഈ പറഞ്ഞ ബാറ്റ്മാൻ അനിമേ എന്നാണ്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും നല്ല ഷർട്ടെല്ലാം ആണോ നോക്കണം. പിന്നെ ഒരു ബർക്കിംഗ് സ്റ്റോക്കിൻ്റെ ചെരുപ്പ് എടുക്കണം. അതൊക്കെയാണ് അന്നത്തെ ആഗ്രഹം, അല്ല മേടിക്കാനുള്ള പ്ലാൻസ്. സോ വി ആർ ഹെഡിങ്. എന്നിട്ട് ലെവൽ റെഡി, എവൾ റെഡി, സനി എവർ റെഡി. ഒന്നും ആർക്കും ഒന്നുമില്ല. ബഡ്ജറ്റ് ഓവർ ഗൈസ്. അങ്ങനെ ഞാൻ ബർക്കിംഗ് സ്റ്റോക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. ആൽഡോയുടെ ഷോറൂമിൽ നിന്നാണ് ഞാൻ ബർക്കിംഗ് സ്റ്റോക്കിൻ്റെ കവർ കാണിച്ചത്. അതാണ്ട് ഉമ്മാക്ക് ഞാനൊരു സുഖമുണ്ട് കേട്ടോ. ഉമ്മാക്ക് താണ്ട് ആൽഡോയുടെ ജാൻവി കപൂറോ? ഓ അത് ശരി, അത് ഞാൻ കണ്ടില്ല കേട്ടോ. എന്തിനാണെങ്കിലും ഒരു കുത്തബ് മീനാറിൻ്റെ മണ്ടേ കയറി നിന്നാണ് എൻ്റെ ഉമ്മ നടക്കുന്നത്. നമ്മളിപ്പോൾ റെയർ റാബിറ്റിലാണ്. ഇവള ഫാദറിന് വേണ്ടിയിട്ടുള്ള ഷർട്ട് ഷോപ്പിങ്ങിനാണ്. നമ്മുടെ ടീംസ് എന്താണ്ട് ഷർട്ട് ഷോപ്പിങ്ങും കഴിഞ്ഞിങ്ങനെ വരികയാണ് ഗൈസ്. സാംസങ്ങിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, നമുക്ക് നിപ്പിൽ ഫ്രണ്ട് ക്യാമറ കാണിക്കാം, ബാക്ക് ക്യാമറ കാണിക്കാം. ദാറ്റ് ഇസ് വെരി നൈസ്. ആപ്പിൾ ഈ സാധനം പെട്ടെന്ന് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സോഫ്റ്റ്വെയർ മൂലം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മൂലം അത് വരണം. ഇനി നമ്മളിത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ചെരുപ്പ് വാങ്ങിക്കണം. പിന്നെ പ്യാരഗണി പോയി ഫുഡ് അടിക്കണം. ഫുഡ് ഗൈസ്, നമ്മളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പ്യാരഗണി വന്നിരിക്കുകയാണ് എല്ലാവരും. ഞാൻ ടിക്ക ഓർഡർ ചെയ്ത് അപ്പം, ഫിഷ് കറി, ലതന്ദ്ര ചിക്കൻ, മമ്മി പൊറോട്ട, ചിക്കൻ ലോലിപോപ്പ്, ഇത്ര ചെറിയ സാധനം, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ഓർഡർ ചെയ്തോളൂ. ഇതടിക്കുന്നു, വീട്ടിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു, അത്രേ ഉള്ളൂ. അല്ല, പബ്ജി കളിക്കുന്നു, കിടന്നുറങ്ങുന്നു. അങ്ങനെ ലുലുവിലെ ഷോപ്പിങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ തളർന്നിരിക്കുകയാണ് ഗൈസ്. ഡിയാൻജിയുടെ ബാഗും കൊണ്ട് നടക്കുന്ന ടീമാണ് പറയണത്. ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല. ഇതാണ് അവസ്ഥ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവുകയാണ് ഗൈസ്. ബൈ ബൈ ഗൈസ്. ഹംബിൾ മ്യൂസീഷ്യൻ വന്നിരിക്കുകയാണ്. ഇതാ വന്നു. ഇത് ഫോൾഡ് 6.
എന്തുണ്ടോ എന്നെ കാണാനല്ലോ സാംസങ് ആയത്. ഐഫോണേ പറ്റില്ല. അങ്ങനെ നമ്മൾ ഹമ്പിൾ വന്നിരിക്കുകയാണ്. ഒരു കാർത്തിക് വന്ന് ഇനി അടുത്ത കാർത്തികിനെ കാണാൻ പോവാണ്. കാണാൻ പോണം. വിളിച്ചാ ഇല്ല വിളിച്ചില്ല. ഞാൻ വരുമെന്ന് അറിയോനെ? നീ പറഞ്ഞു. സനിയും ഹമ്പിളും സംസാരിക്കുകയാണ്. ഓ ബൈ ദ വേ, ഹമ്പിള് പുതിയൊരു പോഡ്കാസ്റ്റ് തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അത് പോയി കേൾക്കുക. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക്. അതെ, ഇതാണ് ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. പിന്നെന്ത് എന്നോട് എന്താ പറഞ്ഞറിയോ? സനി ഭയങ്കര ചമ്മലാണ്. സനി വരെയൊന്നുമില്ല. അപ്പൊ അവന്റെ പോഡ്കാസ്റ്റിന് ലിങ്ക് താഴെ ഇങ്ങോട്ട് പോയി കാണാം കേട്ടോ. അടിപൊളിയാണ്. ഹലോ ഇതാരൊക്കെ അല്ല ഇതാരി? അയ്യോ മൈ ഗോഡ്. കാരണം നിന്റെ കുട്ടി വ്ളോഗിൽ വരുന്നതിൽ വല്ല എന്തുണ്ട്? എവിടെ തരി നീ എന്താടി എത്തിനിക് വേറെ കേട്ടോണ്ട് മറ്റേ എവിടെ? ഹായ് ബ്രോ. ഇത് കുഞ്ഞു ബ്രോ 4 മാസമായിട്ടുള്ള ഗൈസ് വൈപ്പർ ഗെയിമിംഗ്. നമ്മൾ ആകെ സ്ട്രീമിൽ മാത്രം കണ്ടിട്ടുണ്ട്. പക്ഷെ കുറെ നാളിന് ശേഷം നമ്മൾ കണ്ടിരിക്കുകയാണ്. എന്റെ മറ്റേ ഗിഫ്റ്റ് കൊണ്ടുവന്നു. ഇല്ലളിയാ വീട്ടിലോട്ട് വരണം. ഗൈസ് കുട്ടി കല്യാണം വിളിക്കുകയാണ്. എന്തോ എവിടെ കല്യാണക്കുറി നോക്കിട്ട് എന്തോ കല്യാണക്കുറി സെപ്പറേറ്റോ? അല്ല, രണ്ടുപേരും വിളിക്കുന്നേ. ഇത് കല്യാണക്കുറിയാ? 8-ാം തീയതി കല്യാണമാണ്. അപ്പൊ രാവിലെ എത്തിയേക്കാം. എല്ലാരും കേട്ടല്ലോ അല്ലേ? വീട്ടിൽ പോയിക്കോ. കല്യാണമാണ് ഗൈസ്. ഇതാണ് അഡ്രസ്. ഫ്രീ ഫുഡ് ഗൈസ്. ഓൾറെഡി 3000 പേര് വിളിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ആദ്യം പറഞ്ഞോ പെണ്ണിന്റെ ഫോൺ നമ്പർ വിളിച്ച് പറയാറുണ്ട്. ഞാനും അവന്റെ അടുത്ത് ചോദിക്കാൻ പോയത് പെണ്ണിന്റെ പേരെന്തോന്ന്. പിന്നെ നമ്മൾ പോകണുണ്ട്, ഒരു പോക്കുണ്ട്. നേരത്തെ ഒന്ന് ചെല്ലണം. ഞാൻ റിട്ടയർ ആയത്. എക്സുകളും വരുന്നുണ്ടോ? XYW. അപ്പം എത്തിയേക്കാം. നേരത്തെ തന്നെ എത്തിയേക്കണം. എല്ലാവരും നേരത്തെ തന്നെ എത്തിയേക്കണം. ഓക്കെ. ടിക്കറ്റ് നീ സ്പോൺസർ ചെയ്യില്ലേ? ദുബായ് പോവാ. ഞാൻ പിന്നെ എവിടെയാണ്? ഉഗാണ്ടയില്. കൊള്ളാം കേട്ടോ. നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ വൈറ്റ് സ്ക്രീൻ കൊള്ളാം. കളഞ്ഞു പോയ കാർത്തിക് സൂര്യ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കിട്ട് മര്യാദക്ക് വീഡിയോ ഇട്ടോടെ നിൽക്കണം. നമ്മളൊക്കെ നിന്റെ ചാനൽ കാണുമ്പോഴാണ് ഒന്ന് റിലാക്സ് ആവണത്. മറ്റേ വീഡിയോ സൂപ്പറായിരുന്നു. ബിക്കോസ് 20-25 മിനിറ്റ് ആണ് പോയതറിഞ്ഞില്ല. ഇല്ല സനി ആ മറ്റേ വീഡിയോ ഗംഗേര ഇതാ പറഞ്ഞു. കണ്ണനും മൊയിലാളി മിറ്റൻസ് എന്തോ കൊച്ചിനെ കൊച്ചു വൂൾവറീനാണ്. അപ്പം മാന്തലിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള സ്ഥാനമായിട്ടാണ് കണ്ണൻ വന്നിരിക്കുന്നത്. ഗൈസ് സനി എന്താ ചെയ്യാൻ പോകുന്നത്? സനി ഇത് പൊക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിത് പൊക്കിയിരിക്കുന്നു. ഒരു ഫോട്ടോഗ്രാഫറിന്റെ രോദനം. നല്ല കൈയുള്ള ആരെങ്കിലും പൊക്കും. നമ്മളെയൊക്കെ അയ്യോ എന്റെ ഫോഗായി. ഇത് ചിക്കൻ വോണ്ടൺ, ഇത് ചിക്കൻ വോണ്ടൺ ചിക്കൻ. ഗൈസ് രാമൻ വന്നിരിക്കുകയാണ്. എല്ലാവരും രാമൻ അടിയോടടിയാണ്, കൊലയടിയാണ്. അവൻ എന്തൊക്കെ പറഞ്ഞ് കഴിക്കുന്നു. സനി ഫ്രൈഡ് റൈസ്, മറ്റവിടെ വേറൊരു രാമൻ, മറ്റെവിടെയും ഫ്രൈഡ് റൈസ്. ഭയങ്കര ബഹളം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അതാണ് ഇവര് ഡെസേർട്ട് കഴിക്കും. അപ്പൊ എന്തായാലും നമ്മൾ ഗെയിമിൽ കാണാൻ പോവുകയാണ്. ബൈ ഗൈസ്, ടാറ്റാ. നമ്മൾ ഭയങ്കരമായിട്ട് സൈലന്റ് ആയിപ്പോയി. ചോറ് തന്നെ പ്രസാദ ചോറ് കിട്ടൂലേ? ഒരു പാത്രം പടച്ചോറ് കിട്ടി. കാർത്തിക് സൂര്യ കംബാക്ക് ഇന്ത്യൻ ഹാഷ്ടാഗ് ഒക്കെ ഇട്ട് വെറുപ്പിക്കണോ ഗൈസ്? അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. ഇവിടെ ഒരു മുഴ ഗൈസ്, ഇവിടെ ഒരു മുഴ. മഴയെന്നൊന്നും പറഞ്ഞ് പഠിപ്പിക്കാതെ നമ്മൾ മറ്റേ ഇങ്ങനെ ഇത് നോക്കണത് തന്നെയാണ് പറഞ്ഞത്. നിനക്ക് മുഴയില്ല. നമ്മൾ ചേർലല്ലേ ഇരിക്കണേ. ഞാനിങ്ങനെ ഫോണിൽ നോക്കണം.
ഞാനും അങ്ങനെ എന്റെ ഫോൺ നോക്കണത്. ഓക്കെ ഗൈസ്, എന്റെ തലമുടിയിൽ നിന്നും ഇവിടെ വന്നിരിക്കുകയാണ്. Wakanda forever. നമ്മൾ ഇനി അടുത്ത കാണുന്നത് വരെ, സന്ധിക്കും വരെ ബൈ ബൈ ഗൈസ്. ടാറ്റ ഗൈസ്.